കൊള്ളാം. വൈകിട്ട് കിറങ്ങി ഇങ്ങോട്ട് വരാതിരുന്നാ മതി. നിന്നെ കെട്ടിയ ശേഷമാ ഞാൻ കറങ്ങാൻ തുടങ്ങിയത്. രാവിലെ എന്റെ വായിന്നൊന്നും കേക്കരുത് കേട്ടോ. ഓ അതെ നിന്നെ ഓണം ഇങ്ങ എത്തി വല്ല വിചാരം ഉണ്ടോ? ഓണം ആദ്യമായിട്ടൊന്നുമല്ലോ വരുന്നത്. ഓണം എല്ലാ കൊല്ലവും വരും. കടം മേടിച്ചാണെങ്കിലും നമ്മൾ ഓണം ആഘോഷിക്കും. അതല്ലേലും അങ്ങനെ തന്നെ വേണ്ടത്. കാണം വിറ്റ് ഓണം ഉണ്ണണമെന്നാ പ്രമാണം. കാണം വിറ്റും ഓണം ഉണ്ണും, പക്ഷേ നാണം വിറ്റും ഓണം ഉണ്ണരുത്. പിന്നെ ഈ പറഞ്ഞ നാണോ മാനോ എനിക്ക് മാത്രമല്ലല്ലോ, നിങ്ങൾക്കും ഇല്ലേ? നിങ്ങളൊന്ന് അങ്ങോട്ട് നോക്കിയേ, നമ്മുടെ പറമ്പ് കാട് പിടിച്ച് കിടക്കുന്നുണ്ടോ? ഓണത്തിന് വിശേഷിച്ച് ആരെങ്കിലും വന്നാ ആർക്കാ നാണക്കേട്? ഓണത്തിനൊന്നും ആരും വരൂലടി. അതെ, ഓണത്തിനും ബാംഗ്ലൂരിൽ നിന്ന് എന്റെ അനിയത്തിയും കുട്ടികളും വരുന്നുണ്ട്. നിന്റെ അനിയത്തിയും അവരുടെ മക്കളും ഉണ്ട്. എന്നാ പിന്നെ പറമ്പ് കിളക്കാൻ വേറെ ആൾക്കാരൊന്നും വേണ്ട. നിന്റെ അനിയത്തിയുടെ മക്കളെ പറമ്പിലേക്ക് ഇറക്കി വിട്ടാ മതി. അവര് കാള കിളക്കണ പോലെ കളിച്ചോളും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീട്ടുകാരെ താഴ്ത്തി പറയാനല്ലേ നേരമുള്ളൂ. അതിന് താഴ്ത്തി കെട്ടാനായിട്ട് അവര് ഉയരങ്ങളിലൊന്നും അല്ലല്ലോ, അവര് താഴെ തന്നെയാണല്ലോ. എടി, എന്നെ പറമ്പ് വൃത്തിയാക്കാനായിട്ട് എന്റെ കാശില്ല രമേ. അതെ, ഫ്രീ ആയിട്ട് പറമ്പ് വൃത്തിയാക്കാൻ എനിക്കൊരു കുനിഷ്ട ബുദ്ധി തോന്നുന്നുണ്ട്. പറയട്ടെ? നിന്റെ മനസ്സില് ബുദ്ധി എന്ന് പറഞ്ഞാ മതി, അത് കുനിഷ്ടായിരിക്കും. ഒന്ന് പോ മനുഷ്യ അവിടുന്ന്. പറ, എന്താ നിന്റെ ബുദ്ധി? അതെ, നമ്മുടെ പറമ്പിൽ നിധി ഉണ്ടെന്ന് നമുക്കൊന്ന് പറഞ്ഞു വരത്താം. അതിന് നിധിയില്ലല്ലോ. അതെ, എനിക്ക് നിങ്ങൾക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ, നാട്ടുകാർക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ എങ്ങനെ പറമ്പ് വൃത്തിയാവുന്നേ? എന്റെ പൊന്നു ചേട്ടാ, നമ്മുടെ പറമ്പിൽ നിധി ഉണ്ടെന്ന് പറഞ്ഞ നമ്മുടെ നാട്ടുകാരല്ലേ, അവർ ഒളിഞ്ഞും തെളിഞ്ഞും വന്ന് നിധി എടുക്കാൻ വേണ്ടി പറമ്പ് കുത്തി കിടക്കില്ലേ? അങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് പറമ്പ് വൃത്തിയായി കിട്ടും. അതെ, എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? എടി, കുനിഷ്ട ബുദ്ധിക്ക് നിന്നെ വെല്ലാൻ ഈ ഭൂമി മലയാളത്തിൽ ഒരു പെണ്ണും ഉണ്ടാവൂല. അപ്പൊ ഇന്നു മുതൽ നമ്മൾ പറഞ്ഞു വരുത്തുന്നു, നമ്മുടെ പറമ്പിൽ നിധി. ചേട്ടാ, ഇത് ഏത് ഭാഗത്താ നിധി കിടക്കണത്? തെക്ക്, അവിടെ തെക്കാ, വടക്ക്, കിഴക്കാ, അവിടെ ആകെ മൊത്തം എല്ലായിടത്തും ഇങ്ങനെ കിടക്കുക. അപ്പൊ ഇത് മുഴുവൻ വെട്ടി തരത്തില്ല. എല്ലാരും കൂടെ ഉത്സാഹിച്ച് വെട്ടു. അങ്ങനെ ഒന്ന് വെട്ടിത്തട്ട് നിധി എടുക്കണേ, വേഗാട്ടെ വെട്ട്. വേഗം വെട്ടറാ. കിട്ടി, കിട്ടിയാ നിധി? നിധി കിട്ടി, എനിക്ക് നിധി കിട്ടിയേ, എനിക്ക് നിധി കിട്ടിയേ, എനിക്ക് നിധി കിട്ടിയേ, എനിക്ക് നിധി കിട്ടിയേ, എനിക്ക് നിധി കിട്ടിയേ. ആ മണ്ടന്മാര് നമ്മള് കുഴിച്ചിട്ട് നിധിയും കൊണ്ടാ പോയത്. നിധി കിട്ടിയേ. പിന്നെ നിധിയാ? അയ്യോ, ഏട്ടാ വീണ്ടും നിധി കിട്ടിയടാ, വീണ്ടും നിധി കിട്ടിയേ. അയ്യോ, അതെന്താ? ഇത് നമ്മൾ കുഴിച്ചിട്ട നിധിയല്ലേ? അപ്പൊ അതോ? അതാണ് ഒറിജിനൽ നിധി. അപ്പൊ ഇതോ? ഇത് നമ്മുടെ വീതി.